ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫഞ്ജു ആൻഡ് നിജു. ഇന്നൊരു 3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്ട്രോബെറി മിൽക്ക് ഷേക്ക് റെസിപ്പിയാണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രോബെറി, ഐസ്ക്രീം, വാനില ഐസ്ക്രീമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ സ്ട്രോബെറി മിൽക്ക് ഷേക്കിന് ആവശ്യം വാനില ഐസ്ക്രീമാണ്. ഒരു 3/4 ഗ്ലാസ് പാല്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് പാൽ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ഗ്ലാസ് മാത്രമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് സ്ട്രോബെറി മിൽക്ക് ഷേക്കിന് വേണ്ടി ആവശ്യമുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മധുരം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തത് ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർത്ത് കൊടുക്കാം. സ്ട്രോബെറി. ഒരു സ്ട്രോബെറി 2 പീസായി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ അരിച്ചെടുക്കുന്നില്ല. ഫ്രൂട്ട്സിൻ്റെ ചെറിയ പീസൊക്കെ വരുമ്പോഴാണ് കുടിക്കാൻ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിച്ചെടുക്കാവുന്നതാണ്. പിന്നെ കുറച്ചും കൂടെ തിക്കായിട്ട് വേണ്ടവർക്ക് പാല് കുറച്ചൊന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം അടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. ടോപ്പിങ്ങിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഐസ്ക്രീം കൂടെ ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഐസ്ക്രീം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.